ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പറമ്പിലുള്ള കുറച്ച് കുമ്പളങ്ങയുണ്ട്, പിന്നെ പാഷൻ ഫ്രൂട്ട് കുറച്ച് പഴുത്ത് നിൽപ്പുണ്ട്, നെല്ലിക്ക ഉണ്ട്, കുറച്ച് കറിനാരങ്ങയുണ്ട്, പിന്നെ പീനട്ട് ബട്ടറുണ്ട്. അതൊക്കെ ഒന്ന് പറിക്കാമെന്ന് ഓർത്തുകൊണ്ട് പിള്ളേരെയും കൂട്ടി ഇറങ്ങിയതാണ്. ഇപ്രാവശ്യം കുമ്പളങ്ങ കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ആ മാവേലിലേക്ക് കയറിപ്പോയിട്ട് പറിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ രാവിലെ സാമ്പാർ വെക്കാൻ നോക്കിയിട്ട് എനിക്ക് പറിക്കാൻ പറ്റിയില്ല. പിന്നെ ഏതായാലും കൊള്ളാം, ഇന്ന് എന്തെങ്കിലും കാണിച്ചിട്ട് പറിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങിയതാണ്. നെല്ലിക്ക കഴിഞ്ഞ ദിവസം മുഴുവൻ കുറേ അധികം പറിച്ചായിരുന്നു. അപ്പോൾ അത് കാര്യമായിട്ടില്ല, ഉള്ളത് ഞാനിങ്ങോട്ട് കുലുക്കി പറിച്ചെടുത്തു. അപ്പോൾ ഞാനിത് പിള്ളേരെയും കൂട്ടി ഇത് മുഴുവൻ അങ്ങോട്ട് പറക്കിയെടുക്കട്ടെ കേട്ടോ. ഈ നാരങ്ങ പഴുത്തോ നോക്കാം. അവിടെ അവിടെ നല്ലൊരിത് അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ പാഷൻ ഫ്രൂട്ട് ഒരു 3-4 ഒരുമിച്ച് പഴുത്ത് കിടപ്പുണ്ട്. എന്നാൽ അതും കൂടെ പറിക്കാമെന്ന് പറഞ്ഞ് പിള്ളേർ വഴക്കുണ്ടാക്കി. അപ്പോൾ അതും കൂടെ അവർക്ക് അങ്ങോട്ട് പറിച്ചു കൊടുത്തിട്ടാണ്. ഇനി നാരങ്ങയുണ്ട്, കറിനാരങ്ങ. അത് ഇപ്രാവശ്യം കുറേ ഉണ്ടായിരുന്നു. ഇതിനേക്കാളും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഓണത്തിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ ഇതിന് നല്ല ഡിമാൻഡാട്ടോ. കുറേ നമ്മൾ കടക്കാർക്ക് പറിച്ചു കൊടുക്കും, നല്ല വിലയും കിട്ടും. കണ്ടോ, ഒരുപാടുണ്ടായിട്ടുണ്ട്. അതൊന്നും മൂത്തിട്ടില്ല. അപ്പം ഞാൻ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം, അച്ചാറിടാൻ വേണ്ടി മാത്രമേ പറിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് വിൽക്കാമല്ലോ. അപ്പം നല്ല വിലയും കിട്ടും, ഓണമൊക്കെ അല്ലേ. അപ്പം നമ്മൾ അത്യാവശ്യത്തിന് മാത്രം പറിച്ചത് എത്ര സാധനങ്ങളൊക്കെ കിട്ടി. ഇനി അങ്ങനെ വരുന്നതിന് മുമ്പിൽ പോയി അവിടെ അപ്പുറം ഇച്ചിരി പീനട്ട് ബട്ടർ കുറേ പഴുത്ത് കിടപ്പുണ്ട്. അത് വലിയ രസമൊന്നുമില്ല, ഇവിടെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. എങ്കിലും എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ പിള്ളേർക്ക് 2 പേർക്ക് ഇഷ്ടമാട്ടോ. അവർ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി പറിച്ചിരുന്നതാണ്. പിന്നെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് ഇത് നല്ല ഇഷ്ടമാട്ടോ. അമ്മ ഇതിങ്ങനെ പറിച്ച് കൂട്ടി വെച്ച് പഴുപ്പിച്ച് തിന്നും. പക്ഷെ നല്ല ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. ഇത് നിറച്ച് അമ്പഴങ്ങ ഉണ്ടായിരുന്നേ. കുറച്ച് പറിച്ച് അച്ചാറിട്ടു. പിന്നെ ഇവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഉപ്പും കൂട്ടി ഇവർ പറിച്ച് തിന്നും അമ്പഴങ്ങ. അങ്ങനെ ആ അമ്പഴങ്ങ മുഴുവൻ തീർന്നു. അങ്ങനെ ഞാനും പിള്ളേരും കൂടി ഈ പീനട്ട് ബട്ടർ മുഴുവൻ പറിച്ചെടുക്കട്ടെ. പിടിക്കാൻ വേണ്ടി ഓടും, പൂമ്പാറ്റേനെ പിടിക്കാൻ വേണ്ടി. പച്ച ഇച്ചിരി ഇഷ്ടം. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പോരാൻ വേണ്ടി തുടങ്ങുമ്പോൾ കുറച്ച് മുരിങ്ങയില പാകത്തിൽ നിൽപ്പുണ്ട് കേട്ടോ. നല്ല കൂമ്പ് മുരിങ്ങയില. അതുകൂടെ വൈകുന്നേരത്തേക്ക് താളിക്കാലോ എന്ന് ഓർത്തുകൊണ്ട് അതും കൂടെ അങ്ങ് പറിച്ചെടുത്തു. മുരിങ്ങയില താളിക്കുന്ന ഇവിടുത്തെ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാനങ്ങോട്ട് പറിച്ചെടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഇന്ന് രാവിലെ മുട്ട എടുത്തിട്ടില്ലല്ലോ എന്ന് ഓർത്ത്. എന്നാൽ പിന്നെ കോഴിക്കൂട്ടിൽ പോയിട്ട് ആ മുട്ടയും കൂടെ എടുത്തേക്കാമെന്ന് നോക്കുമ്പം ഒരു കോഴി 3 മുട്ടയുണ്ട്, അതിലേക്ക് പൊരുന്ന് ഇരിക്കുക. ഇത് രാവിലെ എങ്ങാണ്ട് ഇട്ടതാണ്. അപ്പോൾ ആ 3 ഞാനിങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. ഒരെണ്ണം അവിടെ വെച്ചു. ഇപ്പോൾ പൊരുന്നിരിക്കുന്നതല്ലേ, ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഇരുന്നോട്ടെ എന്നോർത്ത് അതവിടെ വെച്ചു. പിന്നെ ഞങ്ങളെ കൂടൊക്കെ പൂട്ടി ഇങ്ങോട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് മുനിയലോടെ കിട്ടി. നമ്മുടെ മുറ്റത്തുള്ള 12 പാഷൻ ഫ്രൂട്ടാണ്. നിറച്ചും ഉണ്ടായിട്ടുണ്ട്. പച്ചയാണ്, പറിക്കാറായിട്ടില്ല. പിന്നെ എന്തൊക്കെയാണ് കിട്ടിയതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സാധനങ്ങളൊക്കെയാണ് ഇന്ന് കിട്ടിയത്. ഇത് പാഷൻ ഫ്രൂട്ട് പിള്ളേരെ അവിടെ വെച്ചു. എന്നാലിത് പിന്നെ മുട്ട ഇടുന്നു. താറാവിൻ്റെ മുട്ട. നാരങ്ങ ഒരു പാഷൻ കിട്ടുന്നു. 5. ഇതൊരു നാരങ്ങ. ഇത് കുമ്പളങ്ങ. എന്തോ വില. ഇത് നെല്ലിക്ക. ഓണത്തിനുള്ളതായി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പീനട്ട് ബട്ടർ
ബട്ടർ കുറേ കിട്ടി.